ഹായ് 28 വർഷത്തിന് ശേഷം താത്ത വന്നിട്ട് അതെ 1996 ശേഷം നമ്മുടെ കമലഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പിറന്ന ഇന്ത്യൻ്റെ 2 രണ്ടാം പാർട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു നമുക്കറിയാം, ഒന്നാം പാർട്ട് കണ്ടവർക്കെല്ലാം ഇത്രയും നാട്ടിൽ വലിയ പ്രശ്നങ്ങളും കുറ്റവാളികളെയൊക്കെ കൊന്നതിന് ശേഷം സ്വന്തം മകനെയും കൊന്നതിന് ശേഷം സേനാപതി, കമലഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സേനാപതി വേറെ എവിടെ ഒരു രാജ്യത്ത് പോവുകയാണെന്നുള്ളതാണ് ഇന്ത്യൻ 1-ൻ്റെ 1996 ഇറങ്ങിയ സിനിമയുടെ കഥ. അപ്പോൾ അതിനുശേഷം രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പം പുറത്തെവിടെയുള്ള താത്ത ഇന്ത്യയിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ അഴിമതിയും അതും ഇതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. താത്ത തിരുമ്പി വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുതിയ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടി കാണിക്കുന്നു, കാലഘട്ടം മാറിയത് കാണിക്കുന്നു. അപ്പോൾ താത്ത തിരുമ്പി വരണമെന്നുള്ള ആവശ്യം ഉണ്ടാവുന്നു. അങ്ങനെ തിരുമ്പി വന്ന താത്ത ഇന്ത്യ മൊത്തം ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വരുന്നു. ഇതൊക്കെയാണ്, ഇത് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. കഥയൊക്കെ ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്ത കഥയിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാത്ത തിരിച്ചു വന്ന താത്ത ഓരോ സംസ്ഥാനത്തെയും പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നു. ഏകദേശം 3 മണിക്കൂറുണ്ട് ഈ സിനിമ. അപ്പോൾ 3 മണിക്കൂർ വേണമെന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണ്. അത് ഭയങ്കര ലാഗ് അടിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾ കാണിക്കുന്നു, അവിടുത്തെ ഒരു പ്രശ്നം കാണിക്കുന്നു, അവിടുത്തെ പരിഹരിക്കുന്നു, പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വലിയ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ പുതുമയുള്ള എന്തെങ്കിലും കഥയുണ്ടോ, അങ്ങനെയൊന്നുമില്ല. ഇതിലിപ്പം സിദ്ധാർത്ഥ് ഉണ്ട്, SJ സൂര്യ ഉണ്ട്, രാഹുൽ പ്രീത് സിംഗ് ഉണ്ട്, ബോബ് സിംഹ ഉണ്ട്, വിവേക്, പ്രിയ, ഭവാനി ശങ്കർ, ഗുൽഷൻ ഗ്രോവൻ, സമുദ്രക്കനി, ഇവരോടൊപ്പം നെടുമുടി വേണു, നമ്മൾക്കൊക്കെ മിസ് ചെയ്യുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ നെടുമുടി വേണു പുള്ളിയുണ്ട്. അപ്പോൾ കമലഹാസൻ്റെ ഫസ്റ്റിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ മേക്കപ്പ് വൈസ് ആയാലും എനിക്ക് കമലഹാസൻ അങ്ങനെ ഒരു മേക്കപ്പ് ഇട്ട് വന്നാൽ ഭയങ്കര, പുള്ളിയുടെ അഭിനയമൊക്കെ ഒന്നല്ല, ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണല്ലോ, അത് ഉള്ളത് തന്നെയാണ്. എനിക്കത് മുന്നേ ഫീൽ ചെയ്യുമായിരുന്നു. ആ സാധനം എനിക്ക് ഇതിലും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ കുറച്ചുകൂടി ഭേദമായിരുന്നു. ഇന്ത്യൻ 1-നെ സംബന്ധിച്ച് കുറച്ചുകൂടി ഭേദമായിരുന്നു. കുറച്ചുകൂടി പെർഫോമൻസ് വൈസും കുറച്ചുകൂടി ഭേദമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ നാട്ടിൽ അക്രമം കാണുമ്പോഴുള്ള അവർ പ്രതികരിക്കുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന താത്ത വരുന്നതും, ഞാനിപ്പോൾ കഥ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഇന്ത്യൻ 1 കണ്ട ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ കഥ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും. അതിൽ പുതുമയൊന്നുമില്ല. ഇപ്പോൾ ആദ്യത്തെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് റഹ്മാനാണ്. അത് നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത സോങ്ങുകളും ആയാലും BGMs ആയാലും ആദ്യത്തത് എനിക്കൊന്നും അനിരുദ്ധ ചെയ്ത് വെച്ചിട്ടുള്ളതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നത് പഴയത് തന്നെയാണ് എന്ന അഭിപ്രായം വരുന്നുണ്ട്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ബോറടിപ്പിക്കുന്ന മ്യൂസിക്കൊന്നുമില്ല. ഒരു പാട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഒരു ക്രിഞ്ചായിട്ട്, താത്ത വന്നു എന്നൊക്കെ പറയുന്ന ഒരേപോലെയുള്ള കുറേ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാട്ട്, എനിക്കത് അങ്ങനെ വലിയൊരു അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക് സാധനം, അതായത് നാഷണൽ സ്റ്റേറ്റ് അവാർഡുകളൊക്കെ നേടിയൊരു പഴയ സിനിമ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഓക്കെയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു മാറിയൊരു സിനിമ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് അതേ കഥയും കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സാധനം ഇതിലും തോന്നുന്നുണ്ട്. എന്നാൽ അവസാനം എത്തുമ്പോഴേക്ക് ഇന്ത്യൻ 3 വരുന്നുണ്ട്. 2025 ഇന്ത്യൻ 3 വരുന്നു എന്ന കാര്യം ട്രെയിലർ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ 2 തീരുന്നുള്ളത്. ഇതിലും താത്ത എങ്ങനെയൊക്കെ, അതായത് കമലഹാസൻ്റെ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടും പോലീസിൻ്റെ, അതായത് നെടുമുടിയുടെ മകനൊക്കെ ആയിട്ട് ഒരു അടുത്ത പോലീസുകാരൻ വരുന്നുണ്ട്. അതേ പൊസിഷനിലിരുന്നിട്ട് ഇയാളെ പിടിക്കാനുള്ള, ഞാനിപ്പോൾ കഥ പറഞ്ഞാലും നിങ്ങൾക്കൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഒരു വലിയ ഇത് പറഞ്ഞല്ലോ, ട്വിസ്റ്റ് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫീലൊന്നും തരാത്ത ഒരു കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. പക്ഷേ തേർഡ് പാർട്ടിന് എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ട്രെയിലർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കുറച്ചുകൂടി നമുക്ക് എക്സ്പെക്റ്റേഷൻ തരുന്ന രീതിയിൽ ഇതുവരെ തന്നിട്ടുണ്ട് ആസ് ഓഫ് നൗ. അതായത് 2025 തേർഡ് പാർട്ട് വരുന്നുവെന്ന് കൃത്യമായ ഇതോടെ തേർഡ് പാർട്ടിൽ എന്താണ് വരാൻ പോകുന്നത്, നമ്മളെന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്ത ഒരാളെ അവസാന ഭാഗമായിരിക്കും തോന്നുന്നു തേർഡ് പാർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന പോലെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ വലിയ വാവ് ഫാക്ടറൊന്നും ഇല്ലാത്ത നോർമൽ കഥ പറഞ്ഞു പോകുന്ന, കുറച്ച് സിദ്ധാർത്ഥമൊക്കെ കുറച്ച് ഓവറല്ലേ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നിയായിരുന്നു. അത്രയൊക്കെ വേണോ എന്നൊക്കെ ഉള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ആരുടെ അഭിനയം, നെടുമുടി വേണു സീരിയസ്ലി ഐ മിസ്ഡ് ഹിം. അപ്പോൾ അത് കാണുമ്പോൾ ഒക്കെ ഒരു രസമുണ്ട്. നെടുമുടിക്ക് കൊടുത്ത വോയിസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആ പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇല്ലാത്ത സമയത്ത് കമലഹാസൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലാത്ത പാർട്ട് കൂടി എനിക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന മിസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പുള്ളി ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മിസ് ചെയ്യും അങ്ങനത്തെ ഒരു നടനെ. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇനി പുള്ളി ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. മീൻസ് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സിനിമ, വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു തവണ പോയിട്ട് കാണാവുന്ന ആ ഒരു പാകത്തിനുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.